നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. പിന്നെ ഞാനും കരുതി ഈ കാറും കൊളക്കൊന്ന് ഒതുങ്ങിയിട്ട് മതി കെട്ടുന്നു. അതല്ലേ പിന്നെ ഞാൻ നിന്റെ ആ തീരുമാനത്തെ എതിർക്കാതിരുന്നത്. അവൻ പറയുന്നതിനൊപ്പം അവളുടെ നേരിയതിന്റെ തുമ്പ് കയ്യിലേക്കെടുത്ത് അതും കിള്ളിപ്പറിച്ച് അവിടെ ഇരുന്നു. ഓ, അപ്പൊ ഇയാള് നേരത്തെ... അവളെന്തോ പറയാൻ പോയതും അവനവളൊരു കൈ കൊണ്ട് ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് മറുകയ്യാൽ അവിടെ വായ മൂടി. ഞാനതിന് ക്ഷമ പറഞ്ഞില്ലേടി വേണേ. ഇനി നിനക്കത് പോരാന്നാണേ. എത്ര വട്ടം വേണേലും ഞാൻ ക്ഷമ പറയാൻ തയ്യാറാ. അവൻ അങ്ങനെ ഒരു നിശ്വാസമകൽ അവളിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു. എങ്കിൽ പറയൂ, ഞാൻ ക്ഷമിക്കുന്നവരെ പറയൂ. അവൾ തന്റെ വായ മൂടിയിരിക്കുന്ന അവന്റെ കൈ അവിടുന്ന് എടുത്തു മാറ്റിക്കൊണ്ട് അവനോട് ചൊടിയോടെ പറഞ്ഞതും അടുത്ത നിമിഷം അവന്റെ ചുണ്ടുകൾ അവിടെ അധരങ്ങളിൽ ഒന്ന് അമർന്നകന്നു പോകുന്നതിനൊപ്പം പതിയെ ഉരുവിടുക കൂടി ചെയ്തു. സോറി. അവന്റെ ആ തീരെ പ്രതീക്ഷിക്കാതെയുള്ള നീക്കത്തിൽ അവൾ നന്നായി തന്നെ ഒന്ന് പതറി. സോറി. അവളുടെ ആ പതറിനെ ഒട്ടും വകവെക്കാതെ അവന്റെ അധരങ്ങൾ വീണ്ടും അവളുടെ ഇതിൽ വന്ന് പതിച്ചു. സോറി. അവൻ അവിടെ ആ ചെഞ്ചുണ്ടുകളിൽ നിന്ന് തന്റെ കണ്ണുകളെ വേർപ്പെടുത്താതെ പറഞ്ഞുകൊണ്ട് ആ അധരങ്ങൾ ഒരിക്കൽ കൂടി ചുംബിച്ചു മാറി. സോറി. വീണ്ടും ഒരിക്കൽ കൂടി അത് പറഞ്ഞുകൊണ്ട് തന്റെ അധരങ്ങളെ ലക്ഷ്യം വെച്ച് വരുന്നവനെ കാണെ അവൾ കൈകൾ ഉയർത്തി അവന്റെ ചുണ്ടുകളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. മതി. അവൾ തന്നെ ഒരു ചോദ്യപാത്രത്തിൽ നോക്കുന്നവനെ നോക്കാനാവാതെ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. നീ എന്നോട് ക്ഷമിച്ചോ? അവൻ തന്റെ ചുണ്ടുകളെ തടഞ്ഞ അവളുടെ കൈയെടുത്തു മാറ്റിക്കൊണ്ട് അവളോട് ചോദിച്ചു. ക്ഷമിച്ചു. അവൾ അതിനെയൊന്ന് പാളി നോയിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ നിന്നോട് ക്ഷമ ചോദിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നുക. അവൻ തന്നെ നോക്കാതെ മിഴികൾ പിടപ്പിച്ച് മാറ്റുന്നവളെ നോക്കി അത്രയും മൃദുവായി പറഞ്ഞുകൊണ്ട് അവളുടെ ഉള്ളം കൈയിൽ അമർത്തിയൊന്ന് മുത്തുന്നതിനൊപ്പം അവിടെ ചെറുതായി ഒന്ന് കടിച്ചു. ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞില്ലേ, ഇനി അവൾ പോവാൻ നോക്കിയേ. അവൾ തനിക്കുള്ളിലെ വിറയിൽ പുറമെ പ്രകടിപ്പിക്കാതെ പറഞ്ഞതും അവനവളെ തനിക്കരിയിലേക്ക് ഇത്തിരി കൂടി വലിച്ചു ചേർത്തു. ഇത്ര പെട്ടെന്ന് നീ എന്നോട് ക്ഷമിക്കേണ്ട ഭൂമി. എനിക്ക് നിന്നോട് ക്ഷമ ചോദിച്ച മതിയായില്ല. അവൻ തന്നെ നെഞ്ചിലേക്ക് അമർ നിൽക്കുന്നവരുടെ കീഴ്ച്ചുണ്ടിൽ ചെറുതായെന്ന് കടിച്ചു വിട്ടുകൊണ്ട് പറഞ്ഞതും അവളൊന്ന് വിറച്ചുകൊണ്ട് അവന്റെ ഷോട്ടിൽ പിടിമുറുക്കി. ഇയാൾ പോവാൻ നോക്കിയേ, ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞല്ലേ. അവൾ അവന്റെ കണ്ണുകളിൽ നിന്ന് ഓട്ടം മാറ്റാതെ അവന്റെ ആ പിടിയിൽ നിന്ന് ഞെളിപിരി കൊണ്ട് പറഞ്ഞു. ഞാൻ എവിടെ പോവാനടി ഭൂമി? അല്ലെങ്കിൽ ഇനി മുതൽ എന്റെ ഭാര്യയെ തനിച്ചാക്കി അവളുടെ നാഥൻ എങ്ങോട്ടുമില്ല. അവൻ പറഞ്ഞുകൊണ്ട് അവളെ ചുവന്നു തൊടുത്ത അധരങ്ങളെ പെരുവിരൽ ഉയർത്തി മൃദുലമായി ഒന്ന് തഴുകി. എന്നെ ഇയാൾ തൊടണ്ട, എനിക്കത് ഇഷ്ടമല്ല. അവൾ അവന്റെ ഓരോ സ്പർശനത്തിലും പൂത്തുലയുന്ന തന്റെ പെൺമേനിയെ നിയന്ത്രിക്കാനാവാതെ അവനിൽ നിന്ന് കഴുത്ത് വെട്ടിച്ച് മാറ്റിക്കൊണ്ട് ചൊടിയോടെ പറഞ്ഞു. എനിക്ക് തൊടണം. അവൻ പറയുന്നതിനൊപ്പം അവൾ ഉയർത്തി തന്റെ മടിയിലേക്ക് ഇരുത്തി. നാഥാ. അവൾ വീണു പോകുമോ എന്ന ഭയത്തിൽ അവന്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവനെ വിളിച്ചു. അവനൊന്ന് മൂളിക്കൊണ്ട് അവളുടെ മൂക്കിൻ തുമ്പിലൊന്ന് മുത്തി മാറി. ഇയാളെന്നെ വിട്ടേ, എനിക്ക് ഉറങ്ങണം. അവൾ അവനിലെ പിടിപിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് കബടി ദേഷ്യം എടുത്തണിഞ്ഞ് പറഞ്ഞു. എനിക്ക് ഉമ്മ വെക്കണം. അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും അവളുടെ ചുണ്ടുകളെ ലക്ഷ്യം വെച്ച് വന്നതും അവൾ കണ്ണുമിഴിച്ചുകൊണ്ട് അവന്റെ ആ കൂർത്ത ചുണ്ടുകളെ തന്റെ വിരലുകൾ കൊണ്ടൊന്ന് കൂട്ടിപ്പിടിച്ചു. എന്തോടെ താനീ കാണിക്കുന്നേ? അവന്റെ ആ വെകളി പിടിച്ച പോലെയുള്ള പെരുമാറ്റം കണ്ടതും അവൾ അവനതിൽ നിന്ന് തടയുന്നതിനൊപ്പം അവന് നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു. കൊതിയായിട്ടല്ലേടി യക്ഷി? അവൻ തന്നെ തടഞ്ഞിർത്തി അവളുടെ വിരലുകൾ എടുത്തു മാറ്റിക്കൊണ്ട് അവളെ നോക്കി ചുണ്ടി വിളിക്കൊണ്ട് പറഞ്ഞു. എന്ത് ഉമ്മ വെക്കാനോ? അവൾ അവനെ നോക്കി പതറലോടെ തിരക്കി. പിന്നല്ലാതെ, ഒന്നുമില്ലെങ്കിലും നിന്നെ കാണുന്നിടം വരെ ഞാനൊരു തികഞ്ഞ ബ്രഹ്മചാരിയല്ലായിരുന്നോടി. നിന്നെ കണ്ട നിമിഷം മുതലാ എന്റെ സകല കാര്യങ്ങളും താളം തെറ്റി തുടങ്ങിയത്. ഇല്ലായിരുന്നെങ്കിൽ ഞാനും എന്റെ വലിയ മുത്തശ്ശനെ കൂട്ട് എല്ലാം തികഞ്ഞൊരു ബ്രഹ്മചാരിയായിരുന്നേനെ. അവൻ തന്നെ കൂർപ്പിച്ച് നോക്കിയിരിക്കുന്നവൾ നോക്കിക്കൊണ്ട് ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു ഇയാളോട് എന്നെ കണ്ടപ്പോ വായും പൊളിച്ചു നിൽക്കാൻ. ആളവനെ നോക്കി ചൊടിയോടെ തിരക്കി. ആഹാ, ഇപ്പൊ അങ്ങനെയായോ? നാഗവല്ലി രാമനാഥനെ പാടി വിളിച്ച പോലെ നീ അവിടെ ഇരുന്ന് എന്നെ നാഥാ നാഥാ എന്ന് പാടി വിളിച്ചും പോരാ, എന്നിട്ടിപ്പൊ കുറ്റമൊത്ത് എനിക്കായോടി കുഞ്ഞമ്മണി. അവൻ അവളെ നോക്കി കെറുവോടെ ചോദിക്കുന്നതിനൊപ്പം കിട്ടിയ ഗ്യാപ്പിൽ ആ ചുണ്ടുകളിലൊന്ന് മുത്തി മാറി. ദേ, ഇനിയാൾ തന്നെ ഈ പാട്ട് ചുണ്ടുകൊണ്ട് എന്നെ ഉമ്മ വെച്ചാ സത്യമായിട്ട് ഞാൻ തന്നെ ഈ കൊട്ടത്ര അടിച്ചു വിളിക്കും. അവൾ തന്റെ ചുണ്ടൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവന് നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. ഓ, എന്റെ കൊച്ചിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നാദേട്ടൻ സാധിച്ചിരില്ലേ. പക്ഷെ അടിച്ചു പൊട്ടിക്കാനുള്ള തലക്ക് ചെറിയ രീതിയിലൊരു മാറ്റമുണ്ട്. നമുക്ക് എന്റെ ഈ പേട്ടത്തലക്ക് പകരം പളവളാ മിന്നുന്ന ഒരു തലമണ്ട തന്നെ തള്ളി തകർത്തേക്കാം. പക്ഷേ അതിനിത്തിരി സാവകാശം ഉണ്ടാവും. അതുവരെ നമുക്കിങ്ങനെ ചെറിയ ചെറിയ കടിപിടികൾ കൊണ്ട് തൃപ്തിപ്പെടാം. എന്തേ?
അവൻ പറഞ്ഞുകൊണ്ട് ആള് തന്റെ 2 കൈകളിലുമായി എടുത്തുയർത്തി. ഇയാൾ എന്ത് ചെയ്യാൻ പോവാ? ആൾ അവന്റെ കൈകളിൽ നിന്ന് കുതിരിക്കൊണ്ട് ചോദിച്ചു. നമുക്ക് ഉറങ്ങണ്ടേടി കുഞ്ഞമ്മണി, സമയത്രയും നിനക്ക് വല്ല ബോധമുണ്ടോ? അവൻ ചോദിക്കുന്നതിനൊപ്പം ആളെ കിടക്കിലേക്ക് എടുത്തിക്കൊണ്ട് ആൾക്കടുത്തായി തലയിൽ കൈ താങ്ങി കിടന്നുകൊണ്ട് ആളെ നോക്കി കിടന്നു. എന്താ, എന്തിനാ ഇങ്ങനെ നോക്കണേ? അവനെ ആ നോട്ടമറിഞ്ഞതും മുകളിൽ നിന്ന് തന്നെ നോട്ടം മാറ്റാതെ അവനോട് തിരക്കി. അതെ, നിനക്ക് ഈ തുണി ഊരി കളഞ്ഞു കിടക്കുന്ന ശീലം വല്ലതും ഉണ്ടോ? അവൻ അങ്ങനെ കിടന്നുകൊണ്ട് അവളെ നോക്കി കാര്യഭാഗത്തിൽ തിരക്കി. എന്താ? ആളവനെ നോക്കി കണ്ണുമിഴിച്ചുകൊണ്ട് ചോദിച്ചു. നിനക്ക് ഈ രാത്രി അടക്കുമ്പോതോ ഈ കോല അഴിച്ചു വെച്ച് കിടന്നാണോ ശീലന്ന്? അവൻ തന്നെ ചോദ്യം കുറച്ചുകൂടി വ്യക്തമാക്കി. ഇയാളിത് എന്തൊക്കെയാണോ പറയുന്നത്? ഉറങ്ങുമ്പോഴാരും തുണിയിലാണ്ട് കിടക്കുന്നത്? ആളവനെ നോക്കി ചൊടിയോടെ ചോദിച്ചു. ഞാൻ തലകൊണ്ട് ഞാൻ എന്ന പോലെ നാങ്ങി കാണിച്ച് ആള് നോക്കി ചിരിയോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റിരുന്നത് തന്റെ ഷർട്ടിന്റെ ഓരോ ബട്ടൺസായി അഴിച്ചു തുടങ്ങി. ഇയാളിത് എന്താണ് ചെയ്യണേ? ആളവൻ നോക്കി കണ്ണുമിഴി ചോദിച്ചു. എനിക്ക് രാത്രി തുണി എടുക്കാതെ കിടന്ന ശീലം. അവൻ തന്നെ മീഴ്ച നോക്കി കിടക്കുന്നവളോടായി പറഞ്ഞുകൊണ്ട് തന്റെ ജോലി തുടർന്നു. അയ്യേ, ആവുന്ന ഇവിടെ പറ്റില്ല. ഇയാൾ മര്യാദ തുണി എടുത്ത് കൊടുക്കുന്നുണ്ടോ? ആളവനെ കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് ചോദിച്ചു. ചേടാ, നീ ഇങ്ങനെ കത്തി കയറാൻ മാത്രം ഞാൻ ഉടുതുണിയില്ലാതെ കിടക്കുന്നല്ലോ പറഞ്ഞ്. ഈ ഷർട്ടൊന്ന് അഴിച്ചു മാറ്റുന്നതിന് നീ എന്തിനാടി എന്നിങ്ങനെ മൂപ്പിക്കുന്നേ? അവൻ അവളോട് ചോദിച്ചുകൊണ്ട് ഷർട്ട് ഊരി കട്ടിലിന്റെ കാലിലേക്കായി ഇട്ടു. അത് കേട്ടതും ആൾക്ക് ഒരുപോലെ ചമ്മലും ആശ്വാസവും തോന്നി. ഇനി നമുക്ക് ഈ വെളിച്ചങ്ങ് അണച്ചേക്കാം അല്ലേ? അവൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് ആ മുറിയിലെ വെട്ടമണച്ചു. എന്റെ ദേവി, ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലെ ആവോ? അവൾ സ്വയം ചോദിച്ചുകൊണ്ട് ആ ഇരുട്ടിലൂടെ അവനെ തേടിയെന്നപ്പോൾ തന്റെ കണ്ണുകൾ പായിച്ചു. നാഥാ? അവന്റെ അനക്കമൊന്നും അറിയാത്തതും അവൾ വിറയലോടെ വിളിച്ചു. എന്തോ? അടുത്ത നിമിഷം അവൻ അവൾക്കരിയിലേക്ക് കിടന്നുകൊണ്ട് വിളിയേട്ടു. അത് കേട്ടതും അവൾ ആശ്വാസത്തിലൊന്ന് നിശ്വസിച്ചു. ബോധമില്ലാത്ത ചെക്കനാണേ, എപ്പോ എന്താ ചെയ്യാന്ന് പറയാനൊക്കില്ല. അതിന്റെ ഭയം അവൾക്കുണ്ടേ. ആ പെടിലാമ്പൊന്നിടോ? എനിക്ക് ഇരുട്ടാ ഇഷ്ടം. ആ പറഞ്ഞുകൊണ്ടൊന്ന് ഇളകി കിടന്നു. ഇയാളെന്തിനാ ഇങ്ങനെ ഇതിനകത്ത് കിടന്നിങ്ങനെ ഡിസ്കോ കളിക്കുന്നത്? അനങ്ങാതെ കിടക്കാനറിയില്ല ഇയാൾക്ക്? അവൾ അല്പം കൂടി അവനടുത്തേക്ക് നീങ്ങി കിടന്നുകൊണ്ട് ചോദിച്ചു. എനിക്കിങ്ങനെ ഇളകി കിടന്ന ശീലം. ആ പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി ഇളകി കിടന്നു. ചൊറിയൻ ചേന. അവളൊന്ന് മുറുമുറുത്തുകൊണ്ട് തിരിഞ്ഞു കിടന്നു. ബൊമ്മി. അവളുടെ അനക്കമൊന്നും കേൾക്കാതായതും അവനൊന്ന് നീട്ടി വിളിച്ചു. എന്താ? അവൾ അവന്റെ വശം തിരിയാതെ തന്നെ വിളിയേട്ടു. അതിലേ ഞാനേ ആദ്യമായിട്ടാ ഇങ്ങനെയൊക്കെ. അവനൊരു നാണത്തോടെ പറഞ്ഞുകൊണ്ടൊന്ന് കമിഴ്ന്ന് കിടന്നു. എങ്ങനെയൊക്കെ? ഇയാളെ കൊണ്ട്. അവൾ ചുണ്ടിനിടയിലിട്ട് പിറുവിറുത്തു. നീ എന്താടി ഒന്നും പറയാത്തേ? അവളുടെ അനക്കമൊന്നും അറിയാതായതും അവൻ അവൾക്കരിയിലേക്ക് പയ്യെ നീങ്ങിക്കൊണ്ട് തിരക്കി. അനങ്ങാതോടെ കിടന്നോ, ഇല്ലെങ്കിൽ നേരത്തെ കിട്ടി ചവിട്ടി ഞാൻ സ്ഥാനം മാറ്റി തരും. അവൾ തനിക്കരിയിലേക്ക് നിരങ്ങി നീങ്ങുന്നവനറിയെ പറഞ്ഞു. ഞാനൊന്ന് അരികെ പറ്റി കിടന്നാലിപ്പോ എന്താടി? അവൻ നിഷ്കളങ്കത വാരി ഉതറിക്കൊണ്ട് ചോദിക്കുന്നതിനൊപ്പം കൈകൊണ്ട് അവളെ പരതിക്കൊണ്ടിരുന്നു. ഇയാളെ ഇന്ന് ഞാൻ. അവൾ പറഞ്ഞുകൊണ്ട് തിരിയാനാഞ്ഞതും നഗ്നമാർന്ന ഇടുപ്പിലൂടെ അവന്റെ കൈ അരിച്ചിറങ്ങിയത് ഒരുപോലെയാണ്. ഞാനിങ്ങനെ കിടന്നോളാം, നീ ഉറങ്ങിക്കോ. അവൻ ആ കൈ അവിടെ വെച്ച് അവളോടായി പറഞ്ഞുകൊണ്ട് അവളെ തട്ടാതെ വിട്ടകന്ന് കിടന്നു. അവന്റെ ഒരു കൈ അപ്പോഴും അവളുടെ ഹൃദയതാളം തെറ്റിച്ചുകൊണ്ടിരുന്നു. ആ കൈ ചെറുതായി തന്റെ വയറിനെ താലോലിക്കുന്നത് അറിഞ്ഞതും അവൾ തന്റെ കണ്ണുകളൊന്ന് ഇറുക്കി അടച്ചു. നാഥാ? ആ കൈവിരലുകളുടെ ചെറിയ നീക്കങ്ങൾ നിയന്ത്രിക്കാനെന്ന പോൽ അവൾ അവനൊരു ശാസനയോടെ വിളിച്ചു. ഞാൻ ഉറങ്ങി. അവൻ പറഞ്ഞുകൊണ്ട് തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി. അത്രയും സ്നേഹത്തോടെ അവളുടെ ചുണ്ടുകളൊന്നും ഒഴിഞ്ഞു. ഡീ നീലി! അവൻ കട്ടിൽ ഉറങ്ങിക്കിടക്കുന്നവളെ കുലുക്കി വിളിച്ചു. തന്റെ ഉറക്കത്തിൽ ഭംഗം വരുത്തുന്ന വിധം തന്നെ കുലുക്കി വിളിക്കുന്നവനറിയെ ആൾ ഉറക്കച്ചടവോടെ മുഖം ചുളിച്ചു. നീലി! അവന്റെ ശബ്ദത്തിൽ സ്നേഹവും ചെറിയൊരു ശാസനയും ഒരുപോലെ ഇടകലർന്നിരുന്നു. അതപ്പോൾ അവൾ ഉണർത്താൻ ആവശ്യമായിരുന്നു. നീലി! അവൻ കട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന അവളുടെ ഹൃദയത്തിൽ ചേർത്ത പോലെ അടുപ്പിച്ചുകൊണ്ട് ചെറുതായി കുലുക്കി വിളിച്ചു. രാത്രിയുടെ ഏതോ യാമത്തിൽ അവൾ അറിയാതെ തന്നെ ഉറക്കം അവളെ കീഴടക്കിയിരുന്നു. അഗാധമായ ആ നിദ്രയിലേക്ക് വഴുതി വീണത് അവൾ അറിഞ്ഞതേയില്ല. തടയാനോ സ്വീകരിക്കാനോ നിൽക്കാതെ എപ്പോഴും അവൾ ആ ഉറക്കത്തിൽ ലയിച്ചു ചേർന്നു. പിന്നീട് ബോധത്തിനും അബോധത്തിനിടയിൽ ഒരു നേർത്ത അതിർവരമ്പിൽ വെച്ച് അവൾ പതിയെ ഉണർന്നു തുടങ്ങി. ചിന്തകൾക്ക് മേലൊരു കടലാസ തൊണ്ട് പതിഞ്ഞിടക്കുന്ന പോലെയുള്ള ഒരു മരവിപ്പായിരുന്നു അപ്പോൾ. ആ മയക്കത്തിന്റെ ആലസ്യത്തിൽ നിന്നും കുതിരിമാറാൻ ശ്രമിച്ചുകൊണ്ട് ഭാരം തോന്നിയ കൺപോളകൾ അവൾ ആയാസപ്പെട്ട് ചിമ്മി തുറക്കാൻ ശ്രമിച്ചു. നീലി! ഒരിക്കൽ കൂടി അവൻ അവളെ വിളിച്ചപ്പോൾ ആ ശബ്ദം ഉറക്കത്തിന്റെയും ശാന്തിയുടെയും ചുറ്റുവട്ടത്തിൽ ഒരു വലയം വിരിച്ചു. അവളെ അതിനുള്ളിൽ നിന്ന് അതീതമാക്കാനാവുന്ന ശക്തിയുടെ ശബ്ദം.
കാതുകൾക്ക് ആ ശബ്ദത്തെ മറികടക്കാനാവാത്തതായപ്പോൾ അവൾ പതിയെ മൂളിക്കൊണ്ട് തന്റെ കണ്ണുകൾ ചിമ്മി തുറക്കാൻ തുടങ്ങി. വെളിച്ചം പൂർണ്ണമായും വഴിമാറിയ ആ മുറിയിൽ ഇരുട്ട് തളം കെട്ടി നിന്നു. പുറത്തു നിന്നൊരു നേർത്ത കാറ്റ് പോലും ആ ജനാലകൾ കടന്നു വന്നില്ല. കണ്ണുകൾ തുറന്നിട്ടാലും പൂർണ്ണമായൊരു ഉറക്കം വിട്ടുമാറാത്തുകൊണ്ടാവാം അവളുടെ ദേഹത്ത് ഇപ്പോഴും ഉറക്കത്തിന്റെ ചൂട് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അവന്റെ ആവശ്യം അവൾ അതിൽ നിന്ന് മൃദുവായി പിടിച്ചെടുത്തു. നീലി. ഇപ്പോൾ ആ വിളി ഒരു ആഹ്വാനമായി മാറിയിരിക്കുന്നു, ഒരു യാത്രയ്ക്ക് മുമ്പുള്ള ക്ഷണപത്രം പോലെ. അവൾ എന്തെന്ന പോലെ അവന്റെ നഗ്നമാർന്ന നെഞ്ചിലൊട്ടി നിന്ന തന്റെ തല പയ്യൊന്ന് ഉയർത്തിക്കൊണ്ട് ആ മുഖത്തേക്ക് നോക്കി. നമുക്കുടനെ നാട്ടിലേക്ക് പോകണം. തന്നെ ഉറക്കച്ചടോടെ നോക്കുന്നവളെ നോക്കി ഇന്ദ്രൻ പറഞ്ഞതും അവളുടെ ചുളിഞ്ഞിരുന്ന കണ്ണുകൾ ഒരിക്കൽ കൂടി ചുളിഞ്ഞു. അതിന് നേരം വെളുത്തോ? അവൾ അടഞ്ഞ ശബ്ദത്തിൽ അവനോട് തിരക്കി. 4 മണിയായി, നീ എഴുന്നേറ്റ്, നമുക്കുടനെ തിരിക്കണം. അവൻ അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ഇതെന്തിനാ ഇത്ര രാവിലെ പോണേ? അവിടെ തറവാട്ടിൽ ആർക്കെങ്കിലും എന്തേലും? ആൾ അവനെ നിന്ന് വിട്ടുമാറി എഴുന്നേറ്റിരുന്നുകൊണ്ട് ഉത്കണ്ഠയോടെ തിരക്കി. അവിടെ ആർക്കും എന്തു പറ്റാനാ? ഇതൊന്നുമില്ല, വേറെ അത്യാവശ്യം വന്ന് വിട്ടു. പോവാതെ വേറെ വഴിയില്ല. നീ വേഗം റെഡിയായി മോളെ എടുത്തിറങ്ങും. അവൻ അവൾക്കരികിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട് പറഞ്ഞു. പിന്നെ കുഞ്ഞിനോർത്തണ്ട, അവൾ ഉറങ്ങിക്കോട്ടെ. അവൻ പറഞ്ഞുകൊണ്ട് ധൃതിയിൽ തോർത്തുമെടുത്ത് ബാത്റൂമിലേക്ക് കയറി. ഇന്നലെ നാഥൻ വിളിച്ചു വെച്ചതിൽ പിന്നെ ഇന്ദ്രൻ ആകെ ഒരു സമാധാനക്കേടാണ്. ഇന്നലെ അവൻ പറഞ്ഞ ഓരോന്ന് ഓർക്കും തോറും ഇന്ദ്രന്റെ സമാധാനം മൊത്തം മണ്ണൊലിച്ചു പോയ അവസ്ഥയിലാണുള്ളത്. താൻ കൂടി അവിടെ ഇല്ലാത്ത ഈ സാഹചര്യത്തിൽ മുത്തച്ഛന്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രകോപനങ്ങൾ അവന് നേർക്കുണ്ടാവുകയാണെങ്കിൽ അതൊരിക്കലും അവൻ കണ്ടില്ലെന്ന് നടിക്കില്ലെന്ന് ഇന്ദ്രന് നന്നായി തന്നെ അറിയാം. പ്രത്യേകിച്ച് അവനിപ്പോൾ കാവിലെ ഉത്സവം കൂടി നടത്താനിരിക്കെ അത് മുടക്കാൻ ഏതു വിധനെയും മുത്തച്ഛന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ചിന്തിക്കുമ്പോഴും അവന്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്ന ചിന്ത എന്തെന്നാൽ എന്തിനു വേണ്ടിയാണ് തന്റെ മുത്തച്ഛൻ ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടുന്നതെന്നാണ്. എന്താണ് അച്ഛൻ അതിൽ നിന്നുള്ള നേട്ടം? ഷവറിലൂടെ പെയ്തിറങ്ങുന്ന വെള്ളത്തുള്ളികൾക്കൊന്നും അവരിലെ ചൂട് പിടിച്ച ചിന്തകളെ ശാന്തമാക്കാനായിരുന്നില്ല. ഓരോ സെക്കൻഡുകൾ കഴിയും തോറും അതിങ്ങനെ ചൂട് പിടിച്ച് അവന്റെ മസ്തിഷ്കത്തെ പൊള്ളിച്ചുകൊണ്ടിരുന്നു. കണ്ടുപിടിക്കണം, അവൻ മനസ്സിൽ പറഞ്ഞു. പക്ഷേ എല്ലാം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ മൈ പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് മുന്നേ മൺമറഞ്ഞു പോയതെല്ലാം കുഴി തോണ്ടി പുറത്തേക്ക് എടുക്കുമ്പോൾ അതിലെവിടെയും തന്റെ മുത്തച്ഛൻ്റെയോ മറ്റംഗങ്ങളുടെ ഒരു കൈരേഖ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പാപം അവിടെയുള്ളവരിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനവർ ഉത്തരം പറഞ്ഞേ മതിയാവൂ. അവൻ തന്റെ കാഴ്ചയെ മറച്ച് ഒഴുകിയിറങ്ങുന്ന വെള്ളത്തുള്ളികളെ കൈകളാൽ വടിച്ചെടുക്കുന്നതിൽ അത്രയും ഉറപ്പോട് ഉരുവിട്ടു. ഇതെന്തിനാ ഇപ്പൊ പെട്ടെന്നിങ്ങനെ ഒരു പോക്ക്? അവൾ കുഞ്ഞിനുള്ള പാല് കുപ്പിയിലേക്ക് പകർത്തുന്നതിനിടയിൽ ചിന്തിച്ചു. ഇങ്ങനെ നേരം വിളിക്കുന്നതിന് മുന്നേ പോകാൻ മാത്രം എന്താ അവിടെ നടന്നേ? തറവാട്ടിൽ ആർക്കും ഒന്നുമില്ലാന്നല്ലേ പറഞ്ഞേ, പിന്നെ എന്തായിരിക്കും പ്രശ്നം? അവൾ അങ്ങനെ ഓരോന്നും ചിന്തിച്ച് ആളിലേക്ക് നടന്നു. കോളിംഗ് ബെല്ല് മുഴങ്ങിയത് ഒരുപോലെയാണ്. ഇതാരപ്പ ഈ സമയത്ത്? അവളൊന്നും ചിന്തിച്ചുകൊണ്ട് ശേഷം വാതിൽ തുറക്കണോ വേണ്ട എന്ന പോലെ മടിച്ചു നിന്നു. തമ്പ്രാ! ആ പുറത്തുനിന്നൊരു വിളിയോടെ വീണ്ടും കോളിംഗ് ബെല്ല് മുഴങ്ങി. ആ ശബ്ദം ആരുടേതാണെന്ന് മനസ്സിലായതും അതുവരെ ഇരുമനസ്സോടെ നിന്നിരുന്നവൾ തിരികെ ഗോവണി കയറാൻ ഒരുങ്ങിയതും ഇന്ദ്രൻ ഷർട്ടിന്റെ കൈ മടക്കി വെച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്ന് ഒന്നിച്ചാണ്. നീ എന്തോ വാതിലോർക്കാഞ്ഞ്? അവൻ താഴേക്ക് ഇറങ്ങുന്നതിനിടയിൽ അവളോട് തിരക്കി. പിന്നെ ആ വായി നോക്കി ഇങ്ങനെ വാതിലൂടെ തുറന്നു കൊടുക്കാത്ത കുറ്റേ ഉള്ളൂ. അവൾ ഉള്ളിൽ ഞൊടിഞ്ഞുകൊണ്ട് മുകളിലേക്കുള്ള പടികൾ അല്പം ധൃതിയിൽ തന്നെ കയറി തുടങ്ങി. വേഗം റെഡിയായി ഇറങ്ങണം. അവൻ മുഖം ഉയർപ്പിച്ച് മുകളിലേക്കായിരുന്നവളോടായി വിളിച്ചു പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്നു. എന്നാ തമ്മിൽ ഇത്ര രാവിലെ പുറപ്പെടുന്നത്? ചിന്നൻ അവനോട് ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. തിരികെ പോകേണ്ട ഒരു അത്യാവശ്യം വന്നു. ഞാനിനി ഉടനെയൊന്നും ഇങ്ങോട്ടേക്ക് ഉണ്ടാവില്ല എന്ന് കരുതി കാര്യങ്ങൾക്കൊന്നും ഒരു കുറവുണ്ടാവരുത്. ഇപ്പൊ വരേണ്ടി വന്ന പോലെ ഒരു വര കൂടി ഇനി ഇങ്ങോട്ട് എനിക്ക് വരേണ്ടി വന്നാ ആദ്യം ഞാൻ അടിച്ച് വെളികളെന്ന് നിന്നെ ആയിരിക്കും. അവൻ ചിന്നനെ നോക്കി താക്കിയതിന്റെ സ്വരത്തിൽ പറഞ്ഞു. ഏയ് നീങ്ക എതു യോസിച്ച് ടെൻഷൻ ആവേണ്ട തമ്പ്ര, എല്ലാം ഞാൻ നോക്കിക്കോളാം. അവൻ ഇന്ദ്രനെ നോക്കി വലിയ കാര്യത്തിൽ പറഞ്ഞു. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായാ ബാക്കി അപ്പോ. അവന്റെ വാക്കിൽ കേൾക്കെ അതിൽ വലിയ ഉറപ്പില്ലാത്ത പോലെ ഇന്ദ്രൻ അവനോട് പറഞ്ഞു. അത് കേട്ടത് അവനും തലയുറിഞ്ഞു. ഇനി ഇവിടെ കൂടുതൽ നിന്ന് പരിങ്ങാതെ ദേ ആയിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടെ അവൻ കാറിലേക്ക് വെച്ചോ, ഞാൻ പോയി ബാക്കിയുള്ള കൂടി കൊണ്ടുവരാം. അവൻ പറഞ്ഞുകൊണ്ട് മുകളിലേക്കുള്ള പടികൾ ഓരോന്നായി കയറി. ഓ ഒന്നില്ലടാ അറിയിക്കോ. അവൾ കട്ടിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിപ്പെണ്ണിനെ തോളിലേക്ക് എടുത്തിടുന്നതിനിടയിൽ അവളെ തട്ടിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു. കഴിഞ്ഞോ? ഇന്ദ്ര അങ്ങോട്ടേക്ക് വന്നോട്ട് തിരക്കി. അവൾ അതിനൊന്ന് മൂളിക്കൊണ്ട് കുഞ്ഞുമായി അവനടുത്തേക്ക് വന്നു. നീ കുളിച്ചില്ലേ? അവൻ അവളെ നോക്കി ചോദിച്ചു. ഈ തണുപ്പത്ത് കുളിച്ചാൽ ശരിയാവില്ല, അവൾ അവനോട് പറഞ്ഞു. മോളുണ്ടെന്നാ കൊടുക്കാനുള്ള എടുത്തില്ല നീ? എടുത്തു. അവൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന കവർ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. അവൻ ആ കവർ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിനൊപ്പം അവളുടെ വാതിലിന്റെ സൈഡിൽ വെച്ചിരുന്ന കവറുകൾ കൂടി കയ്യിലെടുത്ത് പിടിച്ചു. എന്നാ ഇറങ്ങാം, അവൻ അവളോട് ചോദിച്ചു. അവൾ അതിനും തലയാട്ടിക്കൊണ്ട് മുന്നേ നടന്നു. എന്നമ്മ കുളന്തിന്ന് എഴുന്നേറ്റില്ലേ? പുറത്തേക്ക് വന്ന അവൾക്കടുത്തേക്ക് വന്നോട് ചിഹ്നം ചോദിച്ചു. അവൾ അവനെ ശ്രദ്ധിക്കാതെ കാറിനടുത്തേക്ക് നടന്നു.
അന്നത്തെ ആ സമ്പത്തിന് ശേഷം പിന്നീട് ഇപ്പോഴാണ് അവൾ അവന് മുന്നിലേക്ക് വരുന്നത് തന്നെ. അതിന്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും അവളിലുണ്ട്. ഇനി എത്രയൊക്കെ ന്യായീകരണങ്ങൾ നിരത്തിയാലും ഒരന്യപുരുഷന് മുമ്പിൽ അങ്ങനെ നിൽക്കേണ്ടി വന്ന് അവളിൽ തെല്ലൊന്നും വല്ല സങ്കടവും ദേഷ്യവും സൃഷ്ടിച്ച് അതിപ്പോ അയാൾ ഇനിയൊന്നും കണ്ടില്ലെങ്കിൽ കൂടി ആ സാഹചര്യം അത് അയാളെ കാണുമ്പോൾ തന്നിലേക്ക് വിരുന്നെത്തിക്കൊണ്ടിരിക്കും. കയറ്. കാർ ഡോർ തുറന്നെടുത്തുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു. അവൾ തന്നെ വിഴുങ്ങിക്കൊണ്ടിരുന്ന ചിന്തകളെ പിന്തള്ളിക്കൊണ്ട് അകത്തേക്ക് കയറി. അപ്പൊ ഞാൻ പറഞ്ഞു മറക്കണ്ട, ഇനി ഞാനായിട്ട് വരുന്നവരെ ഇങ്ങോട്ടേക്ക് ഒരു വരവ് അത് ഉണ്ടാക്കുന്ന തരത്തിൽ ഒന്നും തന്നെ ഇവിടെ സംഭവിച്ചുകൂടാ. അവൻ ചിന്നനോടായി പറഞ്ഞുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. എല്ലാം ഞാൻ പാത്തിക്കണം തമ്പ്ര. അവൻ അടഞ്ഞ കാർ ഗ്ലാസിൽ തട്ടിക്കൊണ്ട് അത് പറയുന്ന ഇന്ദ്രനോടാണെങ്കിലും അവന്റെ കണ്ണത്രയും കാറിനുള്ളിൽ കുഞ്ഞിനെയും പിടിച്ചിരിക്കുന്നവളിലേക്കാണ്. ഇന്ദ്രനാണെങ്കിൽ കാർ സ്റ്റാർട്ടാക്കുന്നുണ്ടെങ്കിൽ അത്ര ശ്രദ്ധിച്ചതുമില്ല. നീ വേണമെങ്കിൽ കുറച്ചു നേരം ഉറങ്ങിക്കോ. അവനവൾക്ക് സീറ്റ് ബെൽറ്റിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ട് സീറ്റ് അല്പം പുറകിലേക്ക് താഴ്ത്തി കൊടുത്തു. അത് കേട്ടതും അവൾ കുഞ്ഞിനെയും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് തന്റെ കണ്ണുകൾ അടച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.